ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, ഗിവൺ ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ പിക്ചർ. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ ഒരു സർക്കിളാണുള്ളത്. സർക്കിളിൽ 144 ഡിഗ്രീസ് നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2/5 പാർട്ട് ഓഫ് എ സർക്കിൾ ഇസ് ഷെയ്ഡഡ്, 1/3 പാർട്ട് ഓഫ് എ സർക്കിൾ ഇസ് ഷെയ്ഡഡ്, 2/10 പാർട്ട് ഓഫ് എ സർക്കിൾ ഇസ് ഷെയ്ഡഡ്, 4/10 പാർട്ട് ഓഫ് എ സർക്കിൾ ഇസ് ഷെയ്ഡഡ്. ഇതിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 1 ഓൺലി കറക്റ്റ്, 1 and 4 ആർ കറക്റ്റ്, 1 and 2 ആർ കറക്റ്റ്, 4 ഓൺലി കറക്റ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഓരോ ഫ്രാക്ഷനെയും നമ്മൾ 360 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2/5 × 360 ചെയ്യുമ്പോൾ 144 കിട്ടും. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ കറക്റ്റാണ്. ഇനി 1/3 × 360 ചെയ്യുമ്പോൾ നമുക്ക് 144 കിട്ടില്ല. 2/10 കൊണ്ട് ചെയ്യുമ്പോഴും 144 കിട്ടില്ല. 4/10 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 144 കിട്ടും. അപ്പോൾ 2/5 4/10 ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. 1 and 4 ആർ കറക്റ്റ് എന്നുള്ളതാണ് ആൻസർ. ഡ്രോ ദ ഫിഗർ ഇൻ ഗിവൺ മെഷർമെൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ ആ സെയിം മെഷർമെൻറ്റിൽ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ 6 സെൻറ്റിമീറ്റർ എടുക്കുക, സ്കെയിലിൽ മെഷർ ചെയ്യുക, ലൈൻ ഡ്രോ ചെയ്യുക. 6 സെൻറ്റിമീറ്ററിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, അടുത്ത സൈഡിൽ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ ആദ്യത്തെ സൈഡിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്ത സ്ഥലത്ത് കോമ്പസിൽ 4.5 എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. രണ്ടാമത് 90 ഡിഗ്രി മാർക്ക് ചെയ്ത സ്ഥലത്ത് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ ആർക്ക് കട്ട് ചെയ്ത സ്ഥലങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു ഫിഗർ കിട്ടും. വാട്ട് ആർ ദ മെഷർമെൻറ്റ്സ് ഓഫ് ദ സൈഡ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഗിവൺ ബിലോ ഹൂസ് വോളിയം ഇസ് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. താഴെ നമുക്ക് 3 മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. റെക്റ്റാങ്കുലർ ബ്ലോക്കാണ്. അതിനെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് സൈഡുകൾ, സൈഡും ബ്രെഡ്ത്തും ലെങ്ത്തും ഹൈറ്റും ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 433യുടെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് 36 സെൻറ്റിമീറ്റർ ക്യൂബാണ്. B642 6 × 4 × 2 ചെയ്യുമ്പോൾ 48 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടും. 643 72 സെൻറ്റിമീറ്റർ ക്യൂബാണ് കിട്ടുന്നത്. 444 64 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് ബി ആണ് കറക്റ്റ് ആൻസർ. എ റെക്റ്റാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, breadth 40 cm and height 25 cm. How much water in liters will that aquarium hold? ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. 50, 40 and 25 സെൻറ്റിമീറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി. നമുക്ക് ഈ അക്വേറിയത്തിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് കാണണം. എത്ര വെള്ളം കൊള്ളുമെന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് V = L × B × H. ഫോർമുല എഴുതുക, തന്നിട്ടുള്ള സാധനങ്ങൾ എഴുതുക. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് തന്നിട്ടുള്ള സാധനങ്ങൾ എഴുതാത്തത്. അതിനൊക്കെ അരമാർക്ക് വീതം കിട്ടും. ലെങ്ത്ത് = 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് = 40 സെൻറ്റിമീറ്റർ, ഹൈറ്റ് = 25 സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. അതിനുശേഷം വോളിയം കണ്ടുപിടിക്കുക. 50 × 40 × 20 ദാറ്റ് = 50,000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ = 1000 മില്ലി. അപ്പോൾ 50,000 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തിലേക്ക് ആക്കാൻ പറ്റും? ലിറ്ററിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ 50 ലിറ്ററാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ്, ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു എ ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 20 നടക്കണം എന്നാണെങ്കിൽ എത്ര ലിറ്റർ വാട്ടറാണ് നമുക്ക് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റിൻ്റെ Hന് പകരം നമ്മൾ നേരത്തെ 25 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യും? അവിടെ 20 ഇടുക. L × B × H. 50 × 40 × 20. 25ക്ക് പകരം 20 ഇടുക. 40,000 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടും. കൺവേർട്ട് ഇൻറ്റു ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 ലിറ്റേഴ്സ് കിട്ടും. 40 ലിറ്റർ. The third question has 2 questions, 3A and 3B. You only need to answer one of them. തേർഡ് ക്വസ്റ്റ്യൻ്റെ അകത്ത് എയും ബിയും ഉണ്ട്. അതിൽ എയോ ബിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് ഫോർ another form of 1/3 with 15 as denominator is 5/15. Reason, if 1 and 3 in 1/3 is multiplied by 5, we get 5/15. ഇത് റീസണിങ് അസേഷൻ ആൻഡ് റീസണിങ്ങിൻ്റെ ഒരു മോഡലാണ് ഈ തന്നിട്ടുള്ളത്.
അസേർഷനും അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിൻ്റെ റീസണും തരും. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് കറക്റ്റാണ്. 1/3 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ്റെ 15 ഡിനോമിനേറ്ററാക്കി എഴുതാൻ പറഞ്ഞാൽ അത് 5/15 ആണ് കിട്ടുക. ആ 1/3ൻ്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 5/15 കിട്ടി. ഇപ്പോൾ രണ്ടും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റാണ്. അപ്പോൾ ഡി ആണ് അതിൻ്റെ ആൻസർ. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 forms of 1/3 and 1/5 that have same denominator in different forms. സെയിം ഡിനോമിനേറ്റർ വേണം, പക്ഷേ ഡിഫറെൻറ്റ് ഫോം ആയിരിക്കണം. അപ്പോൾ 1/3ന് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മേലെയും താഴെയും. അപ്പോൾ 5/15 കിട്ടും. അത് ഈസ് ഈക്വൽ ടു 1/3ന് നമ്മൾ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 10/30 കിട്ടും. ഇനി 1/5ന് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/15 കിട്ടും. 1/5നെ എഗെയിൻ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 6/30 കിട്ടും. അങ്ങനെയാണ് 3 ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. C, if 52 kilograms of rice is packed equally in 8 packets, how many kilogram of rice will be in each packet? 52 കിലോഗ്രാം റൈസ് ഉണ്ട്. അതിന് നമ്മൾ 8 പാക്കറ്റിലാക്കി ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റിൽ എത്ര അരി ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് 52 കിലോഗ്രാം. നമ്പർ ഓഫ് പാക്കറ്റ്സ്, എത്ര പാക്കറ്റ്സ് ഉണ്ട്? 8 പാക്കറ്റ്സ് ഉണ്ട്. ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ഈച്ച് പാക്കറ്റ്. അപ്പോൾ ദെർഫോർ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാകും? 52 ഡിവൈഡഡ് ബൈ 8. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 6/4/8 എന്നാണ് ആൻസർ വരിക. ആ 6/4/8 എന്നുള്ള മിക്സഡ് ഫ്രാക്ഷനെ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് 6 എടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിൽ 4/8 എഴുതിയിരിക്കുന്നത്. 6/4/8 എന്നുള്ള ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷനാണ് അത് കിട്ടുക. അനദർ ഫോം ഓഫ് ദ ഫ്രാക്ഷൻ ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. എയിലുള്ളതിൻ്റെ മറ്റൊരു ഫോമാണ് ബിയിൽ എഴുതിയിരിക്കുന്നത്. എയിലുള്ള ഫ്രാക്ഷൻ്റെ വേറെ ഫോം. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. 5/6 എന്ന് പറയുന്നത് 5നെയും 6നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10/12 കിട്ടും. 3/4 എന്ന് പറയുന്നത് 3നെയും 4നെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/12 കിട്ടും. 2/3 എന്നുള്ളതിനെ നമ്മൾ മേലെയും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 4 8, 3 × 4 12, അങ്ങനെ 8/12 കിട്ടും. അപ്പോൾ അത് ഞാൻ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ആൻസർ കിട്ടുന്നത്. നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ച്? ഇതിൽ ഏതാണ് കറക്റ്റ് മാച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി ആണ് കറക്റ്റ് മാച്ച്. എ ഈസ് മാച്ചിങ് ടു 3, ബി ഈസ് മാച്ചിങ് ടു 1, സി ഈസ് മാച്ചിങ് ടു 2 എന്നുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 45/54 ആൻഡ് 32/72. രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഒരു ഒരു ഡിവൈസറാണ് നോക്കുന്നത്. കോമൺ മൾട്ടിപ്ലയർ നോക്കുക. കോമൺ മൾട്ടിപ്ലയർ നോക്കുമ്പോൾ 45ലും 54ലും കോമൺ ആയിട്ട് പോകുന്നത് 9 ആണ്. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 45 ഉണ്ട്, 54 ഉണ്ട്. അപ്പോൾ അത് ആൻസർ എന്തായിട്ട് വരും? 45/54 divided by 9 will give 5/6 divided by 9 is equal to 5/6 കിട്ടി. 32 divided by 7. 32ലും 7ലും കോമൺ ആയിട്ട് പോകുന്നത് 8 ആണ്. 8ൻ്റെ ടേബിളിൽ 32 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4/9 കിട്ടും. 8 4s are 32, 8 9s are 72. അപ്പോൾ അതാണ് ആൻസർ വരിക. സി, ഇഫ് 20 liters of coconut oil is filled into 2 identical bottles, how many liter of coconut oil will be in each bottle എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 20 ലിറ്റർ കോക്കനട്ട് ഓയിൽ 6 ബോട്ടിലേക്ക് നിറക്കുകയാണെങ്കിൽ ഒരു ബോട്ടിലിൽ എത്ര ലിറ്റർ വീതം ഉണ്ടാകും? അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇസ് 20, നമ്പർ ഓഫ് ബോട്ടിൽസ് 6 ആണ്. ക്വാണ്ടിറ്റി ഇൻ ഈച്ച് ബോട്ടിൽ ഇസ് 20/6. 20/6 ചെയ്യുമ്പോൾ നമുക്ക് അത് ഫ്രാക്ഷൻ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രാക്ഷൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 3 2/6 ലിറ്റർ എന്നായിരിക്കും. 3 2/6 അത് ഒരു മിക്സഡ് ഫ്രാക്ഷനായിട്ട് കിട്ടും. അതല്ല നമുക്ക് ഡെസിമൽ ഫോമിലാണ് വേണ്ടതെങ്കിൽ 3.33 ലിറ്റേഴ്സ് കിട്ടും. ഡെസിമൽ ഫോമിലാണെങ്കിൽ 3.33 ലിറ്റേഴ്സ് കിട്ടും. അതല്ല ഫ്രാക്ഷണൽ ഫോമിലാണ് വേണ്ടതെങ്കിൽ 3 2/6 ലിറ്റേഴ്സ് കിട്ടും. ഇനി റെക്റ്റാങ്കുലർ വെസൽ വിച്ച് ഇസ് 80 centimeter ലോങ്
20 centimeter wide and 25 centimeter height as water half of it. A cube of side 20 centimeter is immersed in it. Find the capacity of the vessel. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഒരു റെക്ടാങ്കുലർ വെസലാണ്. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു വെസൽ ഉണ്ട്, ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിനകത്ത് 80 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത്, 20 സെൻറ്റിമീറ്റർ വൈഡ്, വിഡ്ത്ത് 25 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ സൈഡുള്ള ഒരു ക്യൂബ് അതിൽ ഇൻമേഴ്സ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ. ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് വെസലിൻ്റെ കപ്പാസിറ്റിയാണ്. അപ്പോൾ വോളിയമാണ് കാണേണ്ടത്. കപ്പാസിറ്റി ഓഫ് വെസൽ ഇസ് ഈക്വൽ ടു വോളിയം ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. 80 into 20 into 25, that is equal to 40,000 centimeter cube. 40,000 divided by 1,000 is 40 liters. 40 ലിറ്റർ കിട്ടി. ലിറ്ററിൽ കാണാൻ പറയണതുകൊണ്ട് 40 ലിറ്റർ കിട്ടി. അതല്ല സെൻറ്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ 40,000 സെൻറ്റിമീറ്റർ ക്യൂബ്സ് കിട്ടും. ദ വോളിയം ഓഫ് ദ ക്യൂബിൻ്റെ വോളിയമാണ് അടുത്തത് കാണേണ്ടത്. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബിൻ്റെ വോളിയമാണ് അടുത്തത് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് A into A എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് എന്നാണ് മീനിങ്. 20 into 20 into 20, 8,000 centimeter cube. Find the rise in water level in centimeters when the cube is immersed in it. അപ്പോൾ ക്യൂബ് അതിനകത്ത് മുക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണ് ഉയർന്നു വരുന്നത്. റൈസ് ഇൻ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു വോളിയം ഡിസ്പ്ലേസ്ഡ് ബൈ ബേസ് ഏരിയ. വോളിയം ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിൻ്റെ വോളിയമാണ് വോളിയം ഡിസ്പ്ലേസ്ഡ്. അത് 8,000 സെൻറ്റിമീറ്റർ ക്യൂബാണ്, നമുക്കത് അറിയാം. വോളിയം ഡിസ്പ്ലേസ്ഡ് ക്യൂബ് മുങ്ങുമ്പോഴാണല്ലോ വെള്ളം പുറത്തേക്ക് പൊങ്ങി വരുന്നത്. അപ്പോൾ ആ എത്ര വെള്ളം പൊങ്ങി വരുന്നു എന്നുള്ളതാണ് ക്യൂബിൻ്റെ വെയിറ്റ്. ക്യൂബിൻ്റെ വോളിയമാണ് ആ പൊങ്ങി വരുന്ന വെള്ളം. അപ്പോൾ അത് നമുക്കറിയാം 8,000 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി താഴെയുള്ള ബേസ് ഏരിയ കണ്ടുപിടിക്കണം. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ബേസ് ഏരിയ. ലെങ്ത്ത് 20 ആണ്, ബ്രെഡ്ത്ത് 80യും ബ്രെഡ്ത്ത് 20യും ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 2 16 1600 സെൻറ്റിമീറ്റർ കിട്ടും. ഇത് 8,000നെ 1600 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് വെള്ളം ഉയർന്നു വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. Given below are some of the statements written by Sina regarding the volume. ഇനി താഴെ സീന എഴുതിയ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. If only the length of a rectangular block is double, the volume will increase 4 times. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ നീളം 2 ഇരട്ടിയാക്കിയാൽ വോളിയം 4 ഇരട്ടിയാകും. If the volume of the rectangular block is doubled, റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം അതായത് വ്യാപ്തം ഡബിളാക്കി കഴിഞ്ഞാൽ ദ വിഡ്ത്ത് വുഡ് ഇൻക്രീസ് 4 times. വീതി 4 ഇരട്ടിയായിട്ട് കൂടി വരും, ഇൻക്രീസ് ചെയ്യും. വിത്തൗട്ട് ചേഞ്ചിങ് ഹൈറ്റ് ആൻഡ് ലെങ്ത്തും ഹൈറ്റിനും മാറ്റം ഇല്ലാതെ വീതിക്ക് മാത്രം 4 ഇരട്ടി മാറ്റം വരുമെന്നാണ് പറയുന്നത്. ഇഫ് ദ വോളിയം ഓഫ് ദ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി 4 times എനി ഓഫ് ഇറ്റ്സ് 2 measure ലെങ്ത് വിത്ത് ഹൈറ്റ് ഷുഡ് ബി ഡബിൾഡ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയത്തിനെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 4 മടങ്ങാക്കിയാൽ ലെങ്ത്തോ വിഡ്ത്തോ ഹൈറ്റോ അതിലേതെങ്കിലും 2 എണ്ണം ഡബിളാകും. If the length, breadth and height of rectangular block is doubled, the volume increases 8 times. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡബിൾ ആക്കി കഴിഞ്ഞാൽ വോളിയം എന്താകും? 8 പ്രാവശ്യം ഇൻക്രീസ് ആകും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് പറയണത് 3rd-ഉം 4th-ഉം ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി അടുത്തത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3rd B ആണ് കറക്റ്റ് ആൻസർ. 3rd and 4th കറക്റ്റ്. 5th question has 2 questions, 5A 5B. You only need to answer one of them. 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ 5Aയും 5Bയും ഉണ്ട്. ഇത് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. 5Aയിൽ 2 ഫിഗർ തന്നിട്ടുണ്ട്, ഷെയ്ഡഡ് ഫിഗേഴ്സ് 2 എണ്ണം തന്നിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ 1/3 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സർക്കിളിൻ്റെ 5/12 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ദ സം ഓഫ് ഫ്രാക്ഷൻസ് ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ദ ഷെയ്ഡഡ് പാർട്സ് ഓഫ് ദ ഗിവൺ സർക്കിൾ. ഇതിനകത്ത് ഈ ഷെയ്ഡഡ് പാർട്ടിൻ്റെ 2 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? അതാണ് ചോദ്യം. ഫലത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഷെയ്ഡഡ് പാർട്ട് 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം.
അപ്പോൾ നമുക്ക് ആദ്യത്തത് എന്താണ് എ എന്താണ് 1/3 + 5/12 = 6/12. 1/3യും 5/12 കൂടി കൂട്ടുമ്പോൾ 6/12 കിട്ടുമോ? കിട്ടില്ല. കാരണം 12 ആണ് ഹയസ്റ്റ് ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ 3നെ 12 ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 3നെ നമുക്ക് 12 ആക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് 12 ആക്കാൻ പറ്റുക? 3നെ നമുക്ക് എങ്ങനെ 12 ആക്കാൻ പറ്റും? 1/3നെ നമുക്ക് എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യാം? മേലെയും താഴെയും 4 കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. 4 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മേലെ 4 കിട്ടും, താഴെ എന്ത് കിട്ടും? 12 കിട്ടും. 4/12 ആണ് കിട്ടുന്നത് അല്ലേ? 4/12 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 4/12 + 5/12 എത്ര കിട്ടണം? 9/12 കിട്ടണം. 4/12 + 5/12 എത്ര കിട്ടണം? നമുക്ക് 9/12 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1? 1/2 + 1/4 + 1/4. അതിനകത്ത് 1/2 + 2/4. 1/4 + 1/4 ചെയ്യുമ്പോൾ 2/4. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1/2നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ 4 ആക്കാൻ വേണ്ടി. അപ്പോൾ 2/4 കിട്ടും. 2/4 + 2/4 4/4 1 കിട്ടും. ഇനി അടുത്ത കണക്കും അങ്ങനെ തന്നെ 1/2 × 3 ചെയ്ത് ഡിനോമിനേറ്റർ എല്ലാം 6 ആക്കുക. 2/6 + 3/6 + 1/6 ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും 6/6 കിട്ടും. അത് = 1 ആണ്. 3/4 + 1/8 + 1/8. 1/8ഉം 1/8ഉം കൂടി കൂട്ടിക്കഴിയുമ്പോൾ 2/8 കിട്ടും. ഈ 3/4ൻ്റെ 4ന് നമ്മൾ ഡിനോമിനേറ്റർ 8 ആക്കി മാറ്റുക. അപ്പോൾ മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6/8 കിട്ടും. 6 + 2 8 ആണ്. 8/8 = 1 കിട്ടും. ലാസ്റ്റത്തേന് മാത്രമാണ് നമുക്ക് അങ്ങനെ 1 ഡിനോമിനേറ്റർ കിട്ടാത്തത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി ബി, Akhil's house has cattle rearing. One day they got 6 1/2 liters of milk in the morning, 5 3/4 liters of milk in the evening. On that day they have 10 1/2 liters of milk in the society. Remaining milk was used for household needs. How many liters of milk was taken? അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ഇപ്പുറത്തെ ആ ഫിഗറിൻ്റെ അടുത്താണ് എഴുതിയിട്ടുള്ളത്. ടോട്ടൽ മിൽക്ക് 6 1/2ഉം 5 3/4ഉം ആണ് ഒരു ദിവസം കിട്ടിയത്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 12 1/4 ലിറ്റർ കിട്ടും. സൊസൈറ്റിയിൽ കൊടുത്തത് 10 1/2 ലിറ്ററാണ്. 10 1/2 ലിറ്റർ മിൽക്ക് സൊസൈറ്റിയിൽ കൊടുത്തു. അപ്പോൾ ബാക്കി നമുക്ക് എത്ര ഉണ്ടാകും? 12.4 ലിറ്ററിൽ നിന്ന് 10 ലിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 1.25 ലിറ്ററാണ് ബാലൻസ് വീട്ടിലുണ്ടാവുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കുക. ഒരു സ്റ്റാർ ഷേപ്പാണ്. ബി പാർട്ട് 1/2 പാർട്ട് ഓഫ് ദ സർക്കിൾ ഇസ് ഷെയ്ഡഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ മെഷർമെൻറ്റ് ഓഫ് ദ ഷെയ്ഡഡ് പാർട്ട്? 1/6 പാർട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിൻ്റെ മൊത്തം ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി ഇൻറ്റു 1/6 അല്ലെങ്കിൽ 360 ÷ 6 ആണ് നമ്മൾ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.